വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. കോഴിക്കോട് ബൈപ്പാസിന്റെ പുരോഗതിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വെങ്ങളം നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ NH-66 രണ്ട് റീച്ചുകളാണ് ഉള്ളത്. ആദ്യത്തേത് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ അവസാനമായ അഴിയൂർ നിന്ന് ആരംഭിച്ച് വെങ്ങളം അവസാനിക്കുന്ന 40 കിലോമീറ്റർ റീച്ചാണ്. പിന്നീടാണ് വെങ്ങളം നിന്ന് ആരംഭിച്ച് കോഴിക്കോട് മലപ്പുറം ബോർഡറായ രാമനാട്ടുകര അവസാനിക്കുന്ന 28 കിലോമീറ്റർ ഉള്ള ഈ റീച്ച്. വെങ്ങളം മുതൽ മലാപ്പറമ്പ് വരെ ഫസ്റ്റ് പാർട്ടും മലാപ്പറമ്പ് മുതൽ രാമനാട്ടുകര വരെ സെക്കൻഡ് പാർട്ടുമായി അപ്ലോഡ് ചെയ്യുന്നതാണ്. വെങ്ങളം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുണ്ട്. സമീപമുള്ള പാലങ്ങളായ കോരപ്പുഴ പുറക്കാട്ടിരി പാലങ്ങളിലേക്കുള്ള ഗേർഡറുകൾ നിർമ്മിക്കുന്നത് വെങ്ങളം ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് ഏരിയയിലായിരുന്നു. അതുകൊണ്ട് സമീപമുള്ള പാലങ്ങളുടെ ഗേർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് വെങ്ങളം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ പറ്റിയത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള ട്രാഫിക് കൺജഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാണ് NH-66 കോഴിക്കോട് ബൈപ്പാസിലേക്ക് പൂർണ്ണമായും ഡൈവേർട്ട് ആകുന്നത്. പഴയ NH വലതുവശത്തു കൂടെ കടന്നു പോകുന്നത് കാണാം. കോഴിക്കോട് നഗരം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് നിർമ്മാണം. കോഴിക്കോട് ടൗണിലൂടെ, അതായത് പഴയ NH-ലൂടെ രാമനാട്ടുകര എത്തിച്ചേരാൻ മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നു. എന്നാൽ 6 വരി ബൈപ്പാസിൽ വേണ്ടിവരിക വെറും 30 മിനിറ്റിൽ താഴെ മാത്രമാണ്. കോഴിക്കോടിന്റെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്ന നാഴികക്കല്ലാണ് കോഴിക്കോടിന്റെ 6 വരി ബൈപ്പാസ്. KMC എന്ന കമ്പനിയാണ് ഈ 28 കിലോമീറ്റർ റീച്ചിന്റെ കോൺട്രാക്ടർ. കോഴിക്കോട് ബൈപ്പാസിന്റെ ഒരു മേജർ ബ്രിഡ്ജാണ് ഈ കാണുന്ന കോരപ്പുഴ പാലം. 484 മീറ്റർ ദൈർഘ്യമുള്ള ഈ പാലത്തിൽ 14 സ്പാനുകളാണ് വരുന്നത്. 4 സ്പാനുകളുടെ കോൺക്രീറ്റ് കഴിഞ്ഞു. 5 സ്പാനുകളുടെ കോൺക്രീറ്റ് ഇന്ന് ചെയ്യുന്നതാണ്. ബാക്കി 5 എണ്ണത്തിൻ്റെത് ഏപ്രിൽ 28-നായിരിക്കും. കൺസേൺഡ് ട്രാഫിക് അതോറിറ്റി നിശ്ചയിച്ചു കൊടുക്കുന്ന തീയതികളിലാണ് കോൺക്രീറ്റ് നടക്കുന്നത്. നിലവിലുള്ള പഴയ പാലത്തിൽ ബൂമർ ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുക. അതേസമയം കോൺക്രീറ്റ് കഴിയുന്നത് വരെ പഴയ NH-ലൂടെയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. ട്രാഫിക് കൺജഷൻ മാക്സിമം ഒഴിവാക്കാൻ അർദ്ധരാത്രിയാണ് കോൺക്രീറ്റ് നടക്കുക. കോരപ്പുഴ പാലത്തിന്റെ ഗേർഡർ ലോഞ്ചിങ് വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇടതുവശത്ത് 3ാമത്തെ പാലത്തിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ലല്ലോ. ബൈപ്പാസ് പൂർണ്ണമായും തുറക്കാൻ സമയമെടുക്കുമോ എന്ന സംശയവും ആശങ്കയും വേണ്ട. ഈ പ്രൊജക്ട് തുടങ്ങുമ്പോൾ ഈ പ്രൊജക്റ്റിലെ പാലങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നത് സെന്ററിലുള്ള പഴയ പാലവും പുതുതായി ഇടതുവശത്ത് വരുന്ന പാലവും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. എന്നാൽ പിന്നീട് 2 പാലങ്ങൾക്കിടയിൽ ബാരിയർ ഇല്ലാതെ ഒറ്റ പാലം വേണമെന്ന കൺക്ലൂഷനിൽ NHA എത്തി. അങ്ങനെ 2ാമത് കാലിക്കറ്റ് ബൈപ്പാസിലെ 4 ബ്രിഡ്ജുകളായ കോരപ്പുഴ, പുറക്കാട്ടിരി, മാമ്പുഴ, അറപ്പുഴ പാലങ്ങളുടെ 3ാമത്തെ പാലത്തിന് മറ്റൊരു പ്രൊജക്റ്റായി ടെൻഡർ വിളിക്കുകയും നിലവിൽ നിർമ്മാണം നടത്തുന്ന KMC എന്ന കമ്പനി തന്നെ ടെൻഡറിൽ വിജയിക്കുകയും ചെയ്തു. 3ാമത്തെ പാലം മറ്റൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടാർഗറ്റഡ് കംപ്ലീഷൻ ഡേറ്റ് മാർച്ച് 2026 ആണ്. എല്ലാ റീച്ചുകളുടെയും അവിടെയും ഇവിടെയും കാണിക്കാതെ ഫുൾ വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത്. നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാനാണ് 2 പാർട്ടായി അപ്ലോഡ് ചെയ്യുന്നത്. പുറക്കാട്ടിരി പാലത്തിൽ ഇനി 3ാമതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം മാത്രമാണ് ബാക്കിയുള്ളത്. 3ാമത്തെ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബ്രിഡ്ജുമായി മെർജ് ചെയ്യും. പുറക്കാട്ടിരി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട്. 540 മീറ്ററാണ് ഈ ഫ്ലൈ ഓവറിന്റെ ദൈർഘ്യം. പുറക്കാട്ടിരി ജംഗ്ഷൻ അടിയിലൂടെ കടന്നുപോകുന്നു. ഇടതുവശം അത്തോളി പേരാമ്പ്ര റോഡും വലത് പാവങ്ങാട് വെസ്റ്റ് ഹിൽ റോഡുമാണ്. 28 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീച്ചിൽ 7 ഫ്ലൈ ഓവർ, 4 മേജർ ബ്രിഡ്ജ്, 1 മൈനർ ബ്രിഡ്ജ്, 3 ഫുട്ട് ഓവർ ബ്രിഡ്ജ്, 5 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, 1 വെഹിക്കിൾ അണ്ടർപാസ്, 2 വെഹിക്കിൾ ഓവർപാസ്, 1 ടോൾ പ്ലാസ എന്നിവ അടങ്ങുന്നതാണ് ഈ പ്രൊജക്ട്. ഒരു പക്ഷേ മലബാറിലെ ആദ്യത്തെ ഹൈവേ ആകുമായിരുന്നു ഈ കാലിക്കറ്റ് ബൈപ്പാസ്. 18/4/2018 വർക്ക് അവാർഡായെങ്കിലും
KMC കമ്പനി ബാങ്ക് ഗ്യാരണ്ടി സബ്മിറ്റ് ചെയ്യാൻ വൈകിയത് കാരണം 22/2/2021 മാത്രമാണ് നിർമ്മാണം ആരംഭിച്ചത്. നിലവിൽ മലബാറിൽ ആദ്യം തുറന്ന ഹൈവേ തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ്. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ കഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1977 മുതൽ 4 പതിറ്റാണ്ട് നീണ്ട മഹത്തായ യാത്രയിൽ തളരാത്ത അഭിനിവേശത്തിന്റെയും അചഞ്ചലമായ അർപ്പണബോധത്തിന്റെയും എണ്ണമറ്റ ത്യാഗങ്ങളുടെയും സാക്ഷ്യമായ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ കഥ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് തലശ്ശേരി മാഹി ബൈപ്പാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഒരു പക്ഷേ 2018 കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിൽ എന്നോ നമ്മൾ ഈ 6 വരി പാതയിൽ യാത്ര ചെയ്യുന്നുണ്ടാകും. കാലിക്കറ്റ് ബൈപ്പാസിന്റെ ലാൻഡ് അക്വിസിഷൻ നടപടി ആരംഭിച്ചത് 1977 ഫണ്ട് കൊടുത്തത് 1991 ലാൻഡ് അക്വയർ ചെയ്യുമ്പോഴേ 6 വരി പാതയ്ക്ക് വേണ്ടിയുള്ള 45 മീറ്ററാണ് അക്വയർ ചെയ്തിരുന്നത്. ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് പൂർണ്ണമായും വഹിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ വെങ്ങളത്തു നിന്നുള്ള കുറച്ചു ഭാഗങ്ങളും പിന്നീട് ചില സ്ഥലങ്ങളിൽ ആവശ്യമായി വന്ന അഡീഷണൽ ലാൻഡും അക്വയർ ചെയ്തത് NHAA ആണ്. എല്ലാവർക്കുമുള്ള സംശയമാണ്, സർവീസ് റോഡ് വൺ വേ ആണോ അതോ 2 ദിശയിലും ഉപയോഗിക്കാമോ എന്ന്. സർവീസ് റോഡുകൾ 2 ദിശയിലും ഉപയോഗിക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിന്റെ വീതി 5 മീറ്റർ മാത്രമാണ്. ഈ സ്ഥലങ്ങളിൽ ട്രാഫിക് കൺട്രോൾ ഉണ്ടാകും. NH66 ഭൂരിഭാഗം സ്ഥലങ്ങളിലും സർവീസ് റോഡിന് 7 മീറ്റർ വീതിയുണ്ട്. SA ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ടിന്റെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്തെന്ന് പലർക്കും അറിയില്ല. എല്ലാവർക്കും കോൺട്രാക്ടർ മാത്രമേ കേട്ടു പരിചയമുള്ളൂ. കോൺട്രാക്ടർ പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. കോൺട്രാക്ടർ എടുക്കുന്ന വർക്ക് മോണിറ്റർ ചെയ്യാനും ടൈം ടു ടൈം ക്വാളിറ്റി ക്വാണ്ടിറ്റി ടെസ്റ്റുകൾ നടത്താനും മതിയായ മാൻ പവർ, മെഷീനറീസ് എന്നിവ NHAക്ക് ഇല്ല. ഇതിനുവേണ്ടി NHA റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. വേങ്ങേരി ഓവർപാസിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ഏപ്രിൽ 27 വെഹിക്കിൾ ഓവർപാസും ഈ ഭാഗത്തെ സർവീസ് റോഡും തുറക്കുമെന്നാണ് കൺസഷനെയർ പ്രതിനിധികൾ അറിയിച്ചത്. ജപ്പാൻ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഒരുപാട് വൈകിയാണ് ഈ ഭാഗങ്ങളിലെ നിർമ്മാണം നടന്നത്. ഹൈവേ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും മെയിൻ കാരേജ് വേയിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ എൻട്രി ചെയ്യാം. മെർജിംഗ് പോയിന്റുകൾ എവിടെയെല്ലാം. ഒരു മെർജിംഗ് പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത മെർജിംഗ് പോയിന്റ് എവിടെയായിരിക്കും. അതുപോലെ ഒരു മെർജിംഗ് പോയിന്റിലൂടെ പുറത്തു കടന്നാൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോകാൻ പറ്റുക, ഏതെല്ലാം സ്റ്റേറ്റ് ഹൈവേ ലോക്കൽ റോഡിലേക്കാണ് കണക്ട് ആവുക തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഈ റീച്ചിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ റീച്ചിന്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിക്കോട് ബൈപ്പാസിലൂടെ യാത്ര ചെയ്തവർ ഈ ഒരു ജംഗ്ഷൻ മറക്കാൻ വഴിയില്ല. ഏറെ തിരക്കേറിയ കോഴിക്കോട് ബൈപ്പാസിലെ മേജർ ജംഗ്ഷനും NH66, NH766 എന്നിവ കണക്ട് ആകുന്ന ജംഗ്ഷനുമാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. മലാപ്പറമ്പ് ഓവർപാസ് തുറന്നു കൊടുത്തിട്ടും ഇടതുവശത്തെ സർവീസ് റോഡിന്റെയും ഓവർപാസിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന മെയിൻ കാരേജ് വേയുടെയും നിർമ്മാണം കഴിയാത്തതിനാൽ കിലോമീറ്ററുകൾ നീണ്ട ട്രാഫിക് ജാം ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി ദിവസങ്ങൾക്കകം KMC കമ്പനി ഈ മെയിൻ കാരേജ് വേ 3 വരി പാത വിഷുവിന്റെ തലേ ദിവസം, അതായത് ഏപ്രിൽ 13 തുറന്നുകൊടുത്തു. KMC കമ്പനിയുടെ ഈ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. നിലവിൽ മലാപ്പറമ്പ് ഒട്ടും ബ്ലോക്കില്ല. താൽക്കാലിക സിഗ്നൽ സംവിധാനം വയനാട് കോഴിക്കോട് ടൗൺ പോകുന്ന VOPയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മലാപ്പറമ്പ് വെഹിക്കിൾ ഓവർപാസിന്റെ ഗർഡർ ലോഞ്ചിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. കോഴിക്കോട് ബൈപ്പാസിന്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായ ഹൈലൈറ്റ് സിറ്റി, തൊണ്ടയാട്, പന്തീരങ്കാവ്, രാമനാട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളുടെ അപ്ഡേറ്റ് വീഡിയോയും ടോൾ പ്ലാസകളെ കുറിച്ച് നമുക്ക് അറിയാത്തതും അറിയേണ്ടതുമായ കാര്യങ്ങൾ അടങ്ങുന്ന ഫൈനൽ പാർട്ടും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.